LDF പ്രകടന പത്രികയിലെ പശ്ചിമഘട്ട സംരക്ഷണവും ബഫർ സോൺ നിർദ്ദേശങ്ങളും ചർച്ചയായിരിക്കെ അതിനെതിരെ പ്രതിപക്ഷവും കർഷക സംഘടനകളും ശക്തമായി രംഗത്തെത്തി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ നിന്ന് മുൻപ് ഒഴിവാക്കിയിരുന്ന പരിസ്ഥിതി നിയന്ത്രണങ്ങൾ വീണ്ടും കൊണ്ടുവരാനാണ് LDFന്റെ ശ്രമമെന്നാണ് പ്രധാന ആരോപണം. പ്രകടന പത്രികയിൽ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ വ്യക്തമായി തിരിച്ചറിയുകയും അത്തരം മേഖലകളിൽ നിയന്ത്രിത വികസനം മാത്രമേ അനുവദിക്കൂ എന്നും വ്യക്തമാക്കുന്നു. ESA, EFL കൂടാതെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സ്ലോപ്പുകൾ എന്നിവയിൽ പരിസ്ഥിതി സംരക്ഷണവും ഭൂവിനിയോഗ നിയന്ത്രണവും ശക്തമാക്കുമെന്നതാണ് പ്രധാന നിർദ്ദേശം. അവശേഷിക്കുന്ന വനങ്ങളെ സംരക്ഷിക്കാൻ ആവാസ വ്യവസ്ഥാ പരിപാലന രീതികൾ സ്വീകരിക്കുമെന്നും എല്ലാ റിസർവ് വനമേഖലകളിലും കോർ സോണിന് ചുറ്റും ബഫർ സോൺ രൂപീകരിച്ച നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ഇക്കോ ടൂറിസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മൂന്നാമത്തെ സോണായ ഔട്ടർ സോണിൽ നിയന്ത്രണങ്ങളോടെ മാത്രമേ അനുവദിക്കൂവെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഏകവിള തോട്ടങ്ങളെ ഘട്ടം ഘട്ടമായി സ്വാഭാവിക വനങ്ങളാക്കി മാറ്റാൻ മിഷൻ ഇക്കോ റീസ്റ്റോറേഷൻ നടപ്പിലാക്കുമെന്നും നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശങ്ങളാണിപ്പോൾ കർഷക സംഘടനകളും പ്രതിപക്ഷവും ആശങ്കയോടെ കാണുന്നത്. ഇത്രയും മരണങ്ങളും ഇത്രയും കൃഷിനാശവും ഉണ്ടായിട്ടും അവധാനതയോടെ കണ്ട ഗവൺമെന്റ് ഇപ്പോഴിതാ ഇലക്ഷൻ രംഗത്തേക്ക് വന്നപ്പോഴേക്കും ഇലക്ഷൻ രംഗത്ത് വളരെ മോശമായ രീതിയിൽ നമ്മുടെ മലയോര മേഖലയെ വീണ്ടും കുരുക്കിലാക്കുന്ന ഒരു പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നു. ആ പ്രകടന പത്രികയിൽ പറയുന്നത് കോർ ബഫർ സോൺ, അതുപോലെ തന്നെ ബഫർ സോൺ, പിന്നെ മാനിപ്പുലേഷൻ സോൺ തുടങ്ങിയിട്ടുള്ള മൂന്നായി തിരിച്ചുകൊണ്ട് വനമേഖലയ്ക്ക് സമീപത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും ഏതാണ്ട് 10 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസിൽ വരുന്ന ആളുകൾ ഇനി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കർഷക വിരുദ്ധ വനവൽക്കരണ നയങ്ങളാണ് LDF പ്രകടന പത്രികയിലുള്ളതെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. ഈ 2-ാം തീയതി പുറത്തിറക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രിക അവർ ലക്ഷ്യമിടുന്ന നിഗൂഢ അജണ്ട വെളിച്ചത്ത് കൊണ്ടുവരുന്നതായിരുന്നു. ഇവിടെ മലഞ്ചെരുവുകളും പഴയകാല ഉപേക്ഷിക്കപ്പെട്ട ESA അടക്കമുള്ള ESZ അടക്കമുള്ള അതുപോലെ തന്നെ മലഞ്ചെരുവുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രിക മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇത് മലയോരത്തെ പശ്ചിമഘട്ടത്തെ അടക്കമുള്ള ജനജീവിതത്തെ, കൃഷിയെ അതിഗുരുതരമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് മലയോര ജനതയോട് വളരെയേറെ ഏറ്റുമുട്ടുന്ന സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കാലം കൊണ്ട് തന്നെ ജീവിതം അസാധ്യമാക്കിയ മലയോര മേഖലയുടെ അവസ്ഥ അതിഗുരുതരമായ ആത്മഹത്യാ ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണ് ഒരു മനസാക്ഷിയുമില്ലാതെ ഈ പിണറായി ഗവൺമെൻറ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രിക. LDFന്റെ പ്രകടന പത്രിക കൃത്യമായി വായിക്കാതെ ദുർവ്യാഖ്യാനം ചെയ്താണ് കർഷക സംഘടനകളെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. മുൻപ് സംരക്ഷിത മേഖലകളായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ അതേപടി നിലനിർത്തുമെന്നാണ് പ്രകടന പത്രികയിലുള്ളത്. ഇക്കാര്യം വ്യക്തമാക്കിയില്ലെങ്കിൽ പരിസ്ഥിതി സംഘടനകൾ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്.